ഗുഡ് മോർണിംഗ്. നമ്മൾ ഫിസിക്സ് തന്നെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫിസിക്സ് നമുക്ക് രണ്ട് പ്രോബ്ലം ചെയ്യാനില്ലേ, അത് രണ്ട് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം പാഠത്തിൻ്റെ അവസാനം നമുക്ക് ഒരു ടോപ്പിക് കൊണ്ടേ ബാക്കിയുള്ളൂ. ഒരു ടോപ്പിക്കല്ല, ഒരു നെക്സ്റ്റ് പേജ് കൊണ്ടേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് travels 100 meter in 5 seconds with uniform acceleration. Find the acceleration of the car. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? ഒരു കാറ് റെസ്റ്റിന്ന് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ റെസ്റ്റിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞു എ കാർ സ്റ്റാർട്ട് ഫ്രം റെസ്റ്റ്. അപ്പോൾ എന്താണ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനങ്ങാത്ത അവസ്ഥയിൽ നിന്നാണത് പുറപ്പെട്ടത് അല്ലേ, ഒരു നിശ്ചലാവസ്ഥയിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ അർത്ഥം? ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരുന്നു? 0 ആണ്. അപ്പോൾ എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളത് എന്താണ് ചെയ്യേണ്ടത്? ഇനീഷ്യൽ വെലോസിറ്റി U0 ആക്കി എടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അനങ്ങാത്തിരിക്കുന്ന അവസ്ഥയിൽ വെലോസിറ്റി ഉണ്ടാവും അല്ലേ? ഇല്ല, നീങ്ങി തുടങ്ങുമ്പോഴാണ് വെലോസിറ്റി ഉണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഒരു വണ്ടി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി നിർത്തിയോടത്ത് നമ്മൾ എടുക്കുമ്പോൾ ആ തുടക്കത്തെ വെലോസിറ്റി എന്താണ്? അത് ഒരു നിശ്ചല അവസ്ഥയിൽ അനങ്ങുന്നില്ല അല്ലേ, നീങ്ങി തുടങ്ങുമ്പോഴാണ് വെലോസിറ്റി മാറുക. അപ്പം സ്റ്റാർട്ടിങ് അറ്റ് റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ എടുക്കേണ്ടത്? ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് നിങ്ങൾ 0 ആയിട്ട് എടുക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി അത് ഇപ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? അതിൻ്റെ അർത്ഥം U is equal to 0 എന്നാണ്. ഓക്കെ, ഒരു റെസ്റ്റിൽ ഒരു ബോഡി ചലിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോൾ അത് നിശ്ചലാവസ്ഥയിലായിരുന്നു അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കുക. നിശ്ചലാവസ്ഥയിൽ നിന്ന് ഒരു വണ്ടി പാർക്ക് ചെയ്തേക്കാണ്, അതിന് ചലിക്കാൻ തുടങ്ങുന്നു അല്ലേ. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആ പാർക്ക് ചെയ്തപ്പോൾ അതിന് ചലനം ഉണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 എന്ന് എടുക്കുന്നത്. ഓക്കെ, ഇനി ഒരു വണ്ടി കെയിം ടു റെസ്റ്റ്. ഓക്കെ, നമ്മളെന്താ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റിൽ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ എന്താ? തുടക്കത്തെ വെലോസിറ്റി, തുടക്കത്തെ പ്രവേഗം 0 ആക്കി എടുക്കുക. ഓക്കെ, ഇനി എന്താ? എ കാർ കെയിം ടു റെസ്റ്റ്. എന്താ? കുറേ ദൂരം ഓടി, നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് പോയി കുറേ ദൂരം ഓടി എന്താ നമ്മൾ പോയ സ്ഥലത്ത് പോയി തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്ന് നമ്മൾ വണ്ടി ഓഫാക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ച് വന്ന് വണ്ടി ഓഫ് ആക്കാണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ കെയിം ടു റെസ്റ്റ്. ഓക്കെ, നമ്മൾ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ സഞ്ചരിക്കാനുള്ളത് സഞ്ചരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് വന്ന് കയറി. അപ്പോൾ എന്താ? നമ്മളൊക്കെ ദൂരമൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമ്മൾ അവസാനം വന്ന് കയറിയേക്കാണ് അല്ലേ. അപ്പോൾ കെയിം ടു റെസ്റ്റ് എന്നൊക്കെയാണ് നിങ്ങൾ എന്തെടുക്കണ്ടേ? ഫൈനൽ വെലോസിറ്റി 0 ആക്കി എടുക്കുക. ഓക്കെ, ഒരു നിശ്ചലാവസ്ഥയിൽ തുടങ്ങുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആക്കി എടുക്കുക. വണ്ടി കുറേ ദൂരം ഓടി എന്താണ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഫൈനൽ വെലോസിറ്റി 0 ആക്കി എടുക്കുക. രണ്ട് കണ്ടീഷനും മാറിപ്പോയത് കേട്ടോ. കെയിം ടു റെസ്റ്റ് എന്നൊക്കെ പറയണത്. ഓക്കെ, കെയിം ടു റെസ്റ്റ് എന്താണ്? കുറേ ദൂരം ഓടിയിട്ട് വണ്ടി നിന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ എടുക്കേണ്ടത് 0 ആക്കി എടുക്കേണ്ടത് ഫൈനൽ വെലോസിറ്റി ആണ്. ഓക്കെ, തുടക്കത്തെ ആണെന്നുണ്ടെങ്കിൽ U 0 ആക്കി എടുക്കുക. കുറേ ദൂരം ഓടിയിട്ടാണ് വണ്ടി നിന്നതെന്നുണ്ടെങ്കിൽ ഇനി ഫൈനൽ വെലോസിറ്റി V ആണ് 0 ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ മാറിപ്പോയത് ഏതാണ് 0 ആക്കി എടുക്കേണ്ടത് കേട്ടോ. അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പോൾ റെസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്, സ്റ്റാർട്ടിങ് തുടക്കത്തെ. അപ്പോൾ U is equal to 0. കെയിം ടു റെസ്റ്റ് കുറേ ദൂരം ഓടി വണ്ടി റെസ്റ്റിലേക്ക് വന്നു. അപ്പോൾ എന്താ? ഫൈനൽ വെലോസിറ്റി ആണ്, അവസാനം എത്തി അല്ലേ. അപ്പോൾ അതാണ് V equal to 0. ഈ രണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കണം. അവിടെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ തരാം, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലെങ്കിൽ കെയിം ടു റെസ്റ്റ് എന്നൊക്കെ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, U is equal to 0 ആണ്, V equal to 0 ആണ് ഡയറക്റ്റ് തരില്ല. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റിന് കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? U equal to 0 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എന്നാലും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോബ്ലത്തിൽ തന്നെ നോക്കിയേ, എ കാർ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെന്ന് തന്നിട്ടുണ്ട്. പക്ഷേ 0 ആണ് എഴുതിയിട്ടില്ല. ആ സെൻറ്റൻസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് അല്ലേ. ഒരു വണ്ടി എന്താണ്? റെസ്റ്റിൽ നിന്ന് നിശ്ചലാവസ്ഥയിൽ നിന്ന് തുടങ്ങുന്നു. അപ്പം U is equal to 0 ആണ് നമുക്ക് അപ്പോൾ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ U is equal to 0. പിന്നെ എന്താണ് കണ്ടുള്ളത്? ട്രാവൽസ് 100 meter in 5 seconds. അപ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? S എത്രയാണ്? ആ കാർ സഞ്ചരിച്ച ദൂരം എത്രയാണ്? S is equal to 100 meter അല്ലേ. ഇനി അത് സമയം എത്രയാണ്? 5 seconds. ഓക്കെ, അപ്പോൾ U അറിയാം, S അറിയാം, T അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് A ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയുടെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ ഒക്കെ ഇട്ട് നോക്കാം. അപ്പോൾ എയുടെ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ A is equal to V minus U by T ആണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ? നമുക്ക് V അറിയില്ല, ഈ കാർ എപ്പോഴാണ് അവസാനിച്ചത് അല്ലെങ്കിൽ ഈ കാറിൻ്റെ അവസാനത്തെ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ V അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ A കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ V നമുക്ക് തന്നിട്ടില്ല.
ഓക്കെ. പിന്നെ എ വൺ വേറെ ഇക്വേഷൻ എന്താണുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലേ. അപ്പോൾ അവിടെ ഒരു വിയുടെ ആവശ്യമുണ്ട്, അപ്പോൾ അത് വെച്ചില്ല. സെക്കൻഡ് ഇക്വേഷൻ എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അവിടെ നമുക്ക് യുവിൻ്റെ ആവശ്യമില്ല, അല്ല സോറി വിയുടെ ആവശ്യമില്ല, യുവിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് എസ് അറിയാം, ടി അറിയാം, യു അറിയാം. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മളെ ഒരു എ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈയുടെ എ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഗിവൺ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് വേണം നിങ്ങൾ ഇപ്പോൾ ആക്സലറേഷൻ ഈ ഫോർമുല തന്നെ കിട്ടണമെന്നില്ല അല്ലേ. അപ്പോൾ വി അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമുലയിൽ കിട്ടും. വിയും യുവും ടിയും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആക്സലറേഷൻ കിട്ടും. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ നമുക്ക് വി ഫൈനൽ വെലോസിറ്റി വി തന്നിട്ടില്ല. ഓക്കെ. അപ്പോൾ വി അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഓരോന്നിലേക്ക് നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് അല്ലേ. അപ്പോൾ അവിടെ ഒരു വി വേണം, അപ്പോൾ അതുകൊണ്ട് ആ ഇക്വേഷൻ പോവില്ല. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ. എസ് നമുക്കറിയാം, യു നമുക്കറിയാം, ടി അറിയാം, ടി അറിയാം, എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ ഒഴിച്ച് ബാക്കി എല്ലാവരും നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ സെക്കൻഡ് ഇക്വേഷന് ചൂസ് ചെയ്തു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കണം. ഓക്കെ. എന്നിട്ട് ഇത് ബി തന്നുള്ളതെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തെറ്റാന്ന് പറഞ്ഞിരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എസ് വെച്ചിട്ടാണ് നമ്മൾ എ കണ്ടുപിടിക്കാൻ പോകുന്നത്. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഓക്കെ. അപ്പം എസ് എന്താണ് നമുക്ക് ഉള്ളത് ഇട്ട് കൊടുക്കാം. എസ് എന്ന് പറയുന്നത് 100 മീറ്റർ. അപ്പോൾ 100 ഈസ് ഈക്വൽ ടു യു എന്താണ്? 0 0 ഇൻറ്റു 5 പ്ലസ് 1/2 ഇൻറ്റു എ അറിയില്ല, അതുകൊണ്ട് എ തന്നെയായിട്ട് ഇടാം. ഓക്കെ. ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ടി ഇൻറ്റു ടി. ഇവിടെ ടി 5 ആണ്, അപ്പോൾ 5 ഇൻറ്റു 5. ഓക്കെ. 5 ഇൻറ്റു 5 അല്ലേ. നമുക്ക് എന്താ 0 ഇൻറ്റു 5 എന്താണ്? ഒരു നമ്പറിന് നമ്മൾ 0 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ആ നമ്പർ എന്തായി മാറും? 0 ആയി മാറും അല്ലേ. 0 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 0 പ്ലസ് 1/2 എ അല്ല 1/2 ഇൻറ്റു എ ഇൻറ്റു 25 അല്ലേ. 100 is equal to 0 plus 1/2 into a into 25. ഓക്കെ. ഇപ്പോൾ 0 പ്ലസ് ഇപ്പോൾ നമുക്ക് ഇനി 0ൻ്റെ ആവശ്യമില്ലല്ലോ, 0ന് വിലയില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ 0നെ കാട്ടി കളയാം. 0 നമുക്ക് അവിടെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്ക് ഈ 0നെ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ റിമൂവ് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ എന്നിട്ട് 100 is equal to ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 25 കിട്ടി. നമുക്ക് വേണ്ടത് ആരെയാണ്? നമുക്ക് വേണ്ടത് എനെയാണ്. എനെ മാത്രം മതി അല്ലേ. ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ. നമുക്ക് ഈ എ അല്ലേ കണ്ടുപിടിക്കാനല്ലേ, ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കൂടെ കിടക്കണമെങ്കിൽ ഈ 1/2നെ നമുക്ക് ഈ 100 അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഈ /2 അല്ലേ, 1/2 ഈ ബൈ ഇവിടെ ഡിവിഷൻ 2 ആണ് അല്ലേ. അത് 100 അടുത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? ഇത് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഡിവിഷനൊക്കെ ഇൻറ്റു ആയി മാറും അല്ലേ. എന്താണ്? ഡിവിഷനൊക്കെ ഇൻറ്റു ആയി മാറും. അപ്പോൾ ഇവിടെ ഡിവിഷൻ 2 ഇവിടേക്ക് വരുമ്പോൾ ഇൻറ്റു 2 ആയിട്ട് മാറി. 100 ഇൻറ്റു 2 ഈക്വൽ ടു 1 ഇൻറ്റു a ഇൻറ്റു 25 അല്ലേ. 1 ഇൻറ്റു a ഇൻറ്റു 25. 1 ഇൻറ്റു a ഇൻറ്റു 25 എന്ന് പറയുന്നത് എന്താ? ഒരു നമ്പർ 1 കൊണ്ട് ഇൻറ്റു ചെയ്ത ആ സെയിം സംഭവം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 2 എന്താണ്? 200 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു a ഇൻറ്റു 25. 25 a എന്ന് എഴുതാം. 25 a എഴുതാം. ഇൻറ്റു ചിഹ്നം കളഞ്ഞ് 25 a എന്ന് എഴുതി. അതിന് 1 ഇൻറ്റു a എന്ന് പറയുന്നത് a ആണ്, a ഇൻറ്റു 25 എന്ന് പറയുന്നത് 25 a അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് a ആണ് അല്ലേ. ഇതിൻ്റെ കൂടെ 25 കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ 25നെ നമുക്ക് ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എന്ത് 25 ആണ്? 25 ഇൻറ്റു എ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് എന്തായി മാറും? മൾട്ടിപ്ലിക്കേഷൻ ആയത്. ഇവിടെ ഡിവിഷൻ ആയിരുന്നു അല്ലേ, 1/2. ഇവിടെ ഡിവിഷനാണ്, ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറി. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ എന്ത് വരും? 200 ഡിവൈഡഡ് ബൈ 25 ഈക്വൽ ടു എ ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിരിക്കും നമുക്ക് എ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം എത്രയാണ് ഉത്തരം എന്ന്. 200 ഡിവൈഡ് ബൈ 25. ഓക്കെ. ജസ്റ്റ് 5 വെട്ടി നോക്കാം. 5 വെട്ടി നോക്കുമ്പോൾ എന്താണ്? 5 ഇൻറ്റു 5 25, 5 ഇൻറ്റു 4 40 അല്ലേ. 5 ഇൻറ്റു 20 ആണ്. അപ്പോൾ എന്തൊരു 4 ഇൻറ്റു 5 20 0. അപ്പോൾ 40/5 തന്നു. 40/5 എത്രയാണ്? 40/5 നിങ്ങൾക്ക് അറിയാം. 40/5 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എ എന്ന് പറയുന്നത് എന്ത് കിട്ടി? എ എന്ന് പറയുന്നത് 8 കിട്ടി. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആക്സിലറേഷൻ ആണ് എ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ യൂണിറ്റിൽ എഴുതണം. അപ്പോൾ എ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ ഈസ് ഈക്വൽ ടു 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ എന്താണ് കണ്ടുപിടിക്കാനുള്ളത് അത് എഴുതുമ്പോൾ നിങ്ങൾ യൂണിറ്റ് എഴുതാൻ കൂടി ശ്രദ്ധിക്കുക.
ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് മീറ്റർ. ഓക്കെ, വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡേ ഉള്ളൂ. ആക്സിലറേഷൻ വരുമ്പോഴാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരാം കേട്ടോ, യൂണിറ്റുകൾ. പിന്നെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ നമ്മൾ മീറ്ററിലാണ് കണ്ടുപിടിക്കുക എന്നല്ല പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? എ കാർ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ട്രാവൽസ് 100 meter in 5 seconds ആൻഡ് കാൽക്കുലേറ്റ് ആക്സിലറേഷൻ എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എന്നുകൊണ്ട് നമ്മൾ എന്ത് എടുത്തു? u = 0 എടുത്തു. ഓക്കെ, നമുക്ക് എന്താ എത്ര മീറ്റർ ആണ് നമുക്ക് കവർ ചെയ്തത്? 100 meter ആണ് കവർ ചെയ്തത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കവർ ചെയ്ത മീറ്റർ 100. എന്താണ് കവർ ഡിസ്റ്റൻസിന് എന്താ പറയണേ? നമ്മൾ എസ് എന്നാണ് പറയുന്നത്. s = 100 meter. ടൈം എന്താണ് തന്നിട്ടുള്ളത്? 5 സെക്കൻഡിലാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എസും യുവും ടി ആണ് നമുക്കുള്ളത്. അപ്പോൾ എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഈ ഇക്വേഷനിൽ നമുക്ക് പോകാൻ പറ്റും അല്ലേ. s = ut plus half at square s 100 is equal to 0 into 5 plus half into a into 5 into 5. ഓക്കെ, അപ്പോൾ 0 into 5 എന്ന് പറഞ്ഞാൽ 0 ആയിപ്പോയി അല്ലേ. ബാക്കി എന്താ? 1/2 into a into 5 into 5 എന്ന് പറയുന്നത് 25. ഓക്കെ, അപ്പോൾ നമുക്ക് എനെയാണ് വേണ്ടത്. അപ്പോൾ എനെ മാത്രം അവിടെ നിർത്തിയിട്ട് ബാക്കി 1/2നെ 25നെ നമുക്ക് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, നമുക്ക് സ്റ്റെപ്പായിട്ട് അതിനെ കൊണ്ടുപോകാം. അപ്പോൾ ആദ്യം 1/2നെ നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഡിവിഷൻ 1/2 ആണ്. അവിടെ 2 കിടക്കുന്നത് ഡിവിഷനായിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ 100ൻ്റെ അടുത്തേക്ക് പോയപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഡിവിഷൻ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ അത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറി. ഓക്കെ, അത് എന്താണ് മാറി? ഇൻറ്റു 2 ആയിട്ട് മാറി. അപ്പോൾ 100 × 2 = 1 × a × 25 എന്ന് വന്നു. 100 × 2 200 = 25 എന്ന് വന്നു. ഓക്കെ, അവിടെ 25 a ഉണ്ട് അല്ലേ. നമുക്ക് വേണ്ടത് a ആണ്. അപ്പോൾ 25 ആണ് എയുടെ കൂടെ കിടക്കുന്നത് അല്ലേ. അപ്പോൾ 25നെ നമുക്ക് 200 അടുത്തേക്ക് കൊണ്ടുവരണം. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ. 25 × a അല്ലേ. അതുകൊണ്ട് തന്നെ 200 അടുത്തേക്ക് പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. 200/25 = a. അപ്പോൾ a എന്നിട്ട് 200/25 എന്ന് പറയുന്നത് 8 ആണ് അല്ലേ. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം 40/5 എന്ന് കിട്ടും. 40/5 എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ആക്സിലറേഷൻ ആയതുകൊണ്ട് നമ്മൾ a = 8 meter per second square എഴുതി. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. An object starting from rest. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ്. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? u = 0. എന്താണ് പറഞ്ഞിട്ടുള്ളത്? an object starting from rest travels with an acceleration of 5 meter per second. What will be the velocity after 3 seconds എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്ക് ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. a = 5 meter per second ആണ് തന്നിട്ടുണ്ട് അല്ലേ. ടൈം തന്നിട്ടുണ്ട് 3 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, യു നമുക്ക് അറിയാം. ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ u = 0 എന്നാണെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വാട്ട് വിൽ ബി ദ വെലോസിറ്റി ആഫ്റ്റർ 3 സെക്കൻഡ്. 3 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എന്ത് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്? ഫൈനൽ വെലോസിറ്റി. 3 സെക്കൻഡ് കഴിയുമ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ് അത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ തന്നിട്ടെന്ന് എഴുതാം? ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് u = 0 എഴുതാം. u = 0. ടൈം എത്രയാണ്? 3 സെക്കൻഡ് തന്നിട്ടുണ്ട്. a = 5 meter per second square ആണ് തന്നിട്ടുണ്ട്. അത് എത്ര കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? അതെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? v വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മനസ്സിലായി, u നമുക്കറിയാം. അപ്പോൾ വെലോസിറ്റി വേറെ എന്താണ് പഠിച്ചിട്ടുള്ളത്? v ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? v കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v = ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ. v = u + at അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് u അറിയാം, a അറിയാം, t അറിയാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. v = u + at. u എന്താണ്? u എന്ന് പറയുന്നത് 0 പ്ലസ് a എന്ന് പറയുന്നത് 5 ഇൻറ്റു t എന്ന് പറയുന്നത് 3. അപ്പോൾ 0 + 5 × 3. 5 × 3 എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് പറയുന്നത് നമ്മൾ കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. 0 + 15. അപ്പോൾ എന്താണ്? 15. വെലോസിറ്റി ആണ്. അപ്പോൾ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വെലോസിറ്റി ആണ് ഫൈനൽ വെലോസിറ്റി. വെലോസിറ്റിയുടെ യൂണിറ്റ് എപ്പോഴും മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതരുത് കേട്ടോ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതി കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ യൂണിറ്റ് നിങ്ങൾ ഓർത്തിരിക്കാം. ആക്സിലറേഷൻ ആണെന്നുണ്ടെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റി വിയോ അല്ലെങ്കിൽ യുവോ ഏത് വെലോസിറ്റി ആയാലും നമ്മൾ യൂണിറ്റ് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ് പറയാം കേട്ടോ. അത് ഓർത്തിരിക്കാം. നിങ്ങൾ ഫൈനൽ ആൻസറിൽ എഴുതുമ്പോൾ
ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് എഴുതി കഴിഞ്ഞാൽ അത് ആക്സിലറേഷൻ ആയിട്ട് മാറും, തെറ്റും. ഓക്കെ, എപ്പോഴും വെലോസിറ്റിയുടെ യൂണിറ്റ് അത് ഫൈനൽ വെലോസിറ്റി ആയാലും ഇനീഷ്യൽ വെലോസിറ്റി ആയാലും മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രവേഗത്തിൻ്റെ യൂണിറ്റ് കേട്ടോ. ആക്സിലറേഷൻ ത്വരണത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, നമുക്ക് എന്താണ് നോക്കാനുള്ളത്? നമുക്ക് ഈ നെക്സ്റ്റ് പേജിൽ നമുക്ക് പോകും അല്ലേ. അപ്പോൾ നെക്സ്റ്റ് പേജിന് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കംപ്ലീറ്റ് ടേബിൾ 2.7 using the graph 2.10 shown below. Compare the displacement and area at different stages. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റും ഏരിയയും കമ്പയർ ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ നോക്കാം, രണ്ടെണ്ണം നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ്. ആദ്യത്തെ 2 സെക്കൻഡാണ് നോക്കാൻ വേണ്ടിയിട്ടുള്ളത്. സെക്കൻഡ് അടി തന്നിട്ടുണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് അല്ലേ. ഞാൻ വരച്ച് തരാം. പോയിന്റ് മാർക്ക് ചെയ്തിട്ടാണ് വരയ്ക്കേണ്ടത്. പക്ഷെ ഞാനിപ്പോൾ എൻ്റെ ബോർഡ് ആയതുകൊണ്ടാണ് വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്യാൻ കേട്ടോ. ഇപ്പോൾ നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. അപ്പം എനിക്ക് കറക്റ്റായിട്ട് പോയിന്റ് ബോർഡ് ആയതുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്തത് കേട്ടോ. അതിങ്ങനെയാണ് നമുക്ക് തന്നെ ഗ്രാഫ്. ഓക്കെ, തന്നിട്ടുണ്ട് അല്ലേ. ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ ഫസ്റ്റ് 2 സെക്കൻഡ്. ആദ്യത്തെ 2 സെക്കൻഡിലുള്ള ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസിന് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ് പഠിച്ചത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പഠിച്ചത് S is equal to ut plus half at square അല്ലേ, 1/2 at square. എന്താണ് പറയാം? ഫസ്റ്റ് 2 സെക്കൻഡ്, ഫസ്റ്റ് 2 സെക്കൻഡിലുള്ളത് ഫസ്റ്റ് ബോക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് 2 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് S is equal to ut plus half at square എന്നുള്ള ഇക്വേഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഇനി S എന്താണ്? S ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. u എന്താണ്? ആദ്യത്തെ 2 സെക്കൻഡ്, അപ്പോൾ 0 തുടങ്ങി 2 സെക്കൻഡ്, ഇത്രയും സെക്കൻഡ്, ഇതാണ് നമുക്കുള്ള ആവശ്യമുള്ള പോർഷൻ അല്ലേ. ഫസ്റ്റ് 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? 0 തുടങ്ങി 2 വരെ, ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. ഇതിലിപ്പോൾ ഫസ്റ്റിന് ആവശ്യമുള്ളത് ഇത്രയേ ഉള്ളൂ. അപ്പം തുടങ്ങിയത് എത്രയാണ്? ഇനീഷ്യൽ വെലോസിറ്റി തുടങ്ങിയത് 0 എന്നാണ് അല്ലേ. തുടക്കം 0 എന്നല്ലേ അല്ലേ. അപ്പം ഇതാണ് u is equal to 0 അല്ലേ. പിന്നെ തന്നിട്ടുണ്ട് നമുക്ക് t അറിയാം അല്ലേ. t എന്താണ്? u is equal to 0, t is equal to എത്രയാണെന്ന് അറിയാം. t എത്ര സെക്കൻഡാ? ഇതാണ് ടൈം. 0 തുടങ്ങി 2 വരെ 2 - 0 എത്ര സെക്കൻഡ് അടുത്തത്? 0 ന്ന് 2ലേക്ക് വരെ 2 സെക്കൻഡാണ് അടുത്തത് അല്ലേ. ഇത്രയും ഡിസ്റ്റൻസ് നോക്കിയാൽ മതി, ടൈം അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0 ന്ന് 2ലേക്ക് വരാൻ എത്ര ഡിസ്റ്റൻസ് ആണ്? 2 ഡിസ്റ്റൻസ്. 2 - 0 2 അല്ലേ. അപ്പോൾ ടൈം 2 ഡിസ്റ്റൻസ് ആണ് അല്ലേ. ടൈം ഡിസ്റ്റൻസ് അല്ല, സെക്കൻഡ് ആണ്. ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡ്. നമുക്ക് എന്താ അറിയണം? u കിട്ടി, t കിട്ടി, ഇനി a കൂടി അറിയണം. a എത്രയാണ്? a എങ്ങനെ കണ്ടുപിടിക്കാൻ? ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. അപ്പോൾ എന്തോരം നോക്കിയേ, ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ നോക്കാം എന്തായിരിക്കും ഇത് വരാം? ആക്സിലറേഷൻ എന്താ വരാം? ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 10 കിട്ടും അല്ലേ. അത് ഇങ്ങനെ 10 കിട്ടിയേ
ബൈ ടൈം അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് സെക്കൻഡിലുള്ള വെലോസിറ്റി എത്രയാണ്? ഫസ്റ്റ് സെക്കൻഡിലുള്ള വെലോസിറ്റി 10 അല്ലേ? രണ്ടാമത്തെ സെക്കൻഡിലുള്ള 0 സെക്കൻഡിലുള്ള വെലോസിറ്റി 0, ഫസ്റ്റ് സെക്കൻഡിലുള്ള വെലോസിറ്റി 10, രണ്ടാമത്തെ സെക്കൻഡിലുള്ള വെലോസിറ്റി 20. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ നോക്കണം. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം ടേക്കൺ ആണ് നമുക്ക് ജോലി. ഓക്കെ, അപ്പോൾ എന്ത് വരും? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ്? 10 ആണ് അല്ലേ? ഒന്നാമത്തെ സെക്കൻഡിൽ 10, രണ്ടാമത്തെ സെക്കൻഡിൽ 20, മൂന്നാമത്തെ സെക്കൻഡിൽ 30, നാലാമത്തെ സെക്കൻഡിൽ 40, അഞ്ചാമത്തെ സെക്കൻഡിൽ 50, ആറാമത്തെ സെക്കൻഡിൽ 60 അങ്ങനെ പോകും അല്ലേ? ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടിയതാട്ടോ. ഫസ്റ്റ് സെക്കൻഡിൽ 10, സെക്കൻഡ് സെക്കൻഡിൽ 20. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സെക്കൻഡിലും 10 വീതമാണ് കൂടി പോണത് അല്ലേ? അതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ കിട്ടി. അപ്പോൾ നമുക്ക് യുവും ടിയും എയും കിട്ടി. ഓക്കെ, ആക്സിലറേഷൻ ഒക്കെ എല്ലാത്തിനും സെയിം ആയിരിക്കും. എല്ലാത്തിനും എവിടെ എടുത്താലും ആക്സിലറേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അതുപോലെയാണ് ടൈം 2 സെക്കൻഡാണ് തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. യു ഇസ് ഈക്വൽ ടു 0 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ഇ ടി സ്ക്വയർ. അപ്പോൾ എന്ത് തോന്നുന്നു? യു ഇൻറ്റു ടി. അപ്പോൾ 0 ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു ടി സ്ക്വയർ. 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4. ടി സ്ക്വയറിന് 2 ഇൻറ്റു 2 ആണ് അല്ലേ? 2 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 4. അപ്പോൾ നമുക്ക് ഈ 2ഉം ഈ 4ഉം എത്തിക്കാനായിട്ട് ഇവിടെ 2 വരും അല്ലേ? അപ്പോൾ 0 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 0 പ്ലസ് 10 ഇൻറ്റു 2 20. അപ്പം ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് 20 മീറ്റർ. 20 മീറ്റർ ആണ് നമുക്ക് കിട്ടിയ ഡിസ്റ്റൻസ്. ആദ്യത്തെ 2 സെക്കൻഡിൽ ആ വണ്ടി എന്തായാലും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 20 മീറ്റർ ആണ് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് നോക്കിയേ, അപ്പോൾ ആദ്യത്തെ 2 സെക്കൻഡിൽ ഈ നമുക്ക് ഗ്രാഫിൽ ശ്രദ്ധിക്കാം കേട്ടോ. ആദ്യത്തെ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത് എങ്ങനെ വരും? ഇങ്ങനെ ഒരു ഷേപ്പിലല്ലേ കിട്ടി? ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ലേ കിട്ടിയത്? അങ്ങനെയല്ലേ കിട്ടിയത്? അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാം? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ, ഈ OSP എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ചോ. ഓക്കെ, അപ്പോൾ ഏരിയ എത്ര കിട്ടണമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ട്രയാങ്കിളിൻ്റെ ഏരിയ ഹാഫ് ബി എച്ച്. അതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ഇതൊരു 90 ഡിഗ്രി ആണല്ലോ, പെർപെൻഡിക്കുലർ ആണല്ലോ. അപ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഇപ്പോൾ ഏരിയ ഓഫ് OSP ട്രയാങ്കിൾ OSP അല്ലേ? ഇത് OSP എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ? അപ്പോൾ ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ? ഇതാണ് ട്രയാങ്കിൾ OSP അല്ലേ? അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ അല്ലേ? ബേസ് അടിയിൽ എത്രയാണ്? 0 തുടങ്ങി 2 വരെ. അപ്പോൾ എത്രയാണ്? 0 തുടങ്ങി 2 വരെ എന്ന് പറയുമ്പോൾ 2. അപ്പോൾ ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ പൊക്കം അല്ലേ? എത്രയിലേക്ക് വരാം? 20 അല്ലേ? 2ൽ 20 അല്ലേ? ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയും വരും. ഇത്രയും നമ്മൾ എവിടെയാണ് നോക്കാം? ഇവിടെ 20 അല്ലേ? ഹാഫ് ഇൻറ്റു 2 ഇൻറ്റു 20. ഈ 2 വെട്ടിപ്പോയി ബാക്കി എന്തോന്നു? 20 മീറ്റർ തോന്നുന്നു അല്ലേ? ഏരിയ. അപ്പം ഏരിയ ആയതുകൊണ്ട് മീറ്റർ ഒന്ന് പെട്ടാൽ മതി ചേർക്കാൻ. ഓക്കെ, അപ്പം എന്ത് കിട്ടി? കണ്ടോ, നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴും 20 കിട്ടി. നമ്മൾ ഏരിയ വെച്ച് കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് 20 തന്നെയാണ് കിട്ടിയത് അല്ലേ? അപ്പം എന്ത് മനസ്സിലായി? ഈ 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ആ ഒബ്ജക്റ്റ് 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് തന്നെയാണ് ആ ഗ്രാഫിൻ്റെ അടിയിലുള്ള അതിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഇപ്പോൾ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസ് നമ്മൾ ഇക്വേഷനുമായി കണ്ടുപിടിച്ചപ്പോൾ 20 കിട്ടി അല്ലേ? അത് നമ്മൾ എന്താണ് ആ ഒരു ഷേപ്പ് അതൊരു ഷേപ്പാക്കി എടുത്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചപ്പോൾ എന്ത് കിട്ടി? അതിൻ്റെ ഏരിയ ഇക്വേഷൻ ഇട്ട് കൊടുത്തപ്പോൾ സെയിം തന്നെ കിട്ടി. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് ട്രാവൽഡ്. ഓക്കെ, നമ്മൾ ഒരു ഗ്രാഫ് വന്നിട്ട് നമ്മൾ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്രാഫ് വന്നിട്ട് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. എന്താണ് ഒരു ഗ്രാഫ് വന്നിട്ട് അത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഗ്രാഫിൻ്റെ അടിയിലെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഞാൻ മുമ്പ്
നമ്മൾ ചാപ്റ്റർ തുടങ്ങി ഇപ്പോൾ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കണ്ടോ നമ്മൾ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചപ്പോഴും ഏരിയ ഈ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ഒരു ഏരിയ എടുത്ത് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് സെയിം തന്നെയായിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ വേറെ നമുക്കിത് ഇത് എല്ലാത്തിനും ശരിയാവും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യത്തെ 2 സെക്കൻഡ് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആദ്യത്തെ 4 സെക്കൻഡ് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യത്തെ 4 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 തുടങ്ങി 4 വരെ അല്ലേ. അപ്പോൾ 2 സെക്കൻഡ് നമ്മൾ ചെയ്തു കേട്ടോ. 0 തുടങ്ങി 4 വരെ ഇത് ഇവിടെ ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിൾ ആണ് അല്ലേ, വലിയ ട്രയാങ്കിൾ. അപ്പോൾ ആദ്യം നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഏരിയ വെച്ചിട്ട് ചെയ്ത് നോക്കാം സെയിം കിട്ടണ്ടോന്ന്. ഇക്വേഷൻ എന്താ? S is equal to ഡിസ്റ്റൻസ് ആണോ, ഡിസ്പ്ലേസ്മെന്റ് അണ്ടർ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ആ ഗ്രാഫിന്റെ തന്നെയുള്ള പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ചാലും നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോഴും ഈ ഏരിയ വെച്ച് ചെയ്യുമ്പോഴും ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്യാം. S is equal to ut plus half at square. അപ്പോൾ u എന്താണ്? u 0 ആണ്. ഇപ്പം 0 തുടങ്ങി 4 ആണ്. അപ്പോൾ u 0 t എന്ന് പറയുന്നത് എന്താണ്? ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ്. 0 തുടങ്ങി 4 സെക്കൻഡ് വരെ അല്ലേ. അപ്പോൾ ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡ് പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്താണ് ഞാൻ പറഞ്ഞു എല്ലാത്തിനും എന്താണ് ആക്സിലറേഷൻ 10 ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ 10 ഇൻറ്റു ടി എന്ന് പറയുന്നത് 4 ഇൻറ്റു 4 16. ഓക്കെ, അപ്പം അങ്ങനെയാണ് വന്നത്. ടി 0 തുടങ്ങി 4 വരെയാണ്. അപ്പോൾ 4 - 0 എന്ന് പറഞ്ഞാൽ 4 4 സെക്കൻഡ്. പിന്നെ ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എ എല്ലാവരും 10 ആണ് കണ്ട. ഓരോ സെക്കൻഡ് ചേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ചേഞ്ച്. അതുകൊണ്ട് ആക്സിലറേഷൻ എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതുകൊണ്ട് നമ്മൾ എ 10 ടി സ്ക്വയർ ആണ്. അപ്പോൾ ടി 4 ആണെന്ന് കണ്ടുപിടിച്ചു. ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × 4 16 അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇക്വേഷനൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് 0 × 4 0 പ്ലസ് 1/2 ഇൻറ്റു 10 ഇൻറ്റു 16. അപ്പോൾ 2ഉം 16ഉം വെട്ടിപ്പോകും. 2 ഇൻറ്റു എത്ര 16, 2 ഇൻറ്റു 8 ആണ് 16 അല്ലേ. അപ്പോൾ നമുക്ക് 8 എന്ന് എഴുതാം. 8 ഇൻറ്റു 10 80 മീറ്റർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വഴി ചെയ്തപ്പോൾ ഈ 0 തുടങ്ങി 4 സെക്കൻഡ് വരെ എടുത്ത ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 80 മീറ്റർ ആണ് കിട്ടി. നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് സെയിം ആയിട്ട് കിട്ടണോ എന്ന് നോക്കാം. അപ്പോൾ ഈ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക ORQ അല്ലേ. വലിയ ട്രയാങ്കിളിൻ്റെ ഏരിയയിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും വരും കാരണം 0 തുടങ്ങി 4 സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഇത്രയും വരും അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇപ്പോൾ ഇക്വേഷൻ എന്താ? സെയിം ഇക്വേഷൻ തന്നെ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ ORQ അല്ലേ. ORQ എന്ത് വരും? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? 0 തുടങ്ങി 4 വരെ. അപ്പോൾ എത്രയാ? 4 തന്നെ അല്ലേ. 0 to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു ഹൈറ്റ്. പൊക്ക എത്രയാ? പൊക്ക എത്ര വന്നു? എത്ര വരാ? 4-ലാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 40 സെക്കൻഡ്, 5-ലാണെന്നുണ്ടെങ്കിൽ 50 സെക്കൻഡ്. അങ്ങനെയല്ലേ തന്നെ. അപ്പോൾ നിങ്ങൾ ഗ്രാഫ് നോക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഹൈറ്റ് 4 സെക്കൻഡ് വന്നത് 40 സെക്കൻഡ് ആക്കാം. നമ്മളോട് എഴുതുമ്പോൾ അങ്ങനെ മാറിപ്പോകുന്നതാണ്. നിങ്ങൾ ഗ്രാഫിൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും. 4-ൽ 40 സെക്കൻഡ്. അപ്പോൾ എന്താ ഇതും വെട്ടിക്കളഞ്ഞു. 2 വന്നു. 2 × 40 തോന്നുന്നു. 2 × 40 നമുക്ക് 18 കിട്ടി കണ്ടോ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷനിൽ ചെയ്തപ്പോഴും ഏരിയ കണ്ടുപിടിച്ച് ചെയ്തപ്പോഴും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ കണ്ടുപിടിച്ചാലും അത് ഈക്വൽ ആയിട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോന്നോടെ നമുക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, എന്താണ് 2ാമത്തെ സെക്കൻഡ് തുടങ്ങി 4ാമത്തെ സെക്കൻഡ് വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, 2ാമത്തെ സെക്കൻഡിനും 4ാമത്തെ സെക്കൻഡിനും ഇടയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ എത്ര വരും പോർഷൻ എന്ന് പറയുന്നത്? തുടങ്ങുന്നത് 2ാമത്തെ സെക്കൻഡിൽ തുടങ്ങി ഇത്രയും അല്ലേ. ഇങ്ങനെയായിരിക്കും വരാം. അപ്പോൾ എന്താണ്? ഒരു ട്രപ്പീസിയാണ് വരാം അല്ലേ. 1 2 3 4 ഒരു ട്രപ്പീസിയാണ് നമുക്ക് വന്നത്. ട്രയാങ്കിൾ അല്ല. 2 4 ഒരു ട്രപ്പീസിയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് അത് എന്താ ഇതേപോലെ തന്നെ ഫോർമുലയിലും ഇക്വേഷനിലിട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് S is equal to ut plus half at square അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്ന് ചെയ്യാം. ഇവിടെ u എന്താണ്? ഇവിടെ തുടങ്ങുന്നത് 2 എന്നാണ്. അതുകൊണ്ട് u എന്ന് പറയുന്നത് എന്താണ്? u എന്ന് പറയുന്നത് ടൈം ആണ് താഴെ, മുകളിലാണ് u വരെ അല്ലേ. അപ്പോൾ എന്താണ് u എന്ന് പറയുന്നത് 20. u is equal to 20. കാരണം തുടങ്ങുന്നത് 2 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 സെക്കൻഡിലുള്ള വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി. തുടങ്ങുന്ന വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് ഞാൻ പറഞ്ഞു
അല്ലെ. ഇവിടെ നേരത്തെ തുടങ്ങുന്നത് സീറോയിലാണ്. സീറോയിലായതുകൊണ്ടാണ് നമ്മൾ സീറോ എന്ന് തന്നെ എടുത്തത്. ഇനീഷ്യൽ വെലോസിറ്റി 0 to 2 ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ 0 തുടങ്ങിയത് 0 എടുത്തു. പിന്നെ ചെയ്തത് 0 to 4 ആണ്. അപ്പോൾ 0 തുടങ്ങിയപ്പോൾ എന്താ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ u = 0 എടുത്തത്. ഇവിടെ പറയുന്നത് രണ്ടാമത്തെ സെക്കൻഡ് തുടങ്ങി നാലാമത്തെ സെക്കൻഡിൽ അവസാനിച്ചു. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡിന്റെ വെലോസിറ്റി എത്രയാണ്? 20. അപ്പോൾ u = 20. ഓക്കെ. ബി ഒക്കെ ആവശ്യമില്ല. ഈ ഇക്വേഷനിൽ ബിയുടെ ആവശ്യമില്ല. ബി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? ബി എന്ന് പറയുന്നത് 14 വരും. ഓക്കെ. ഓക്കെ. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ? ഇനി നമുക്ക് വേണ്ടത് ടൈമാണ് വേണ്ടത്. നാലാമത്തെ സെക്കൻഡ് തുടങ്ങി രണ്ടാമത്തെ സെക്കൻഡ് വരെ. അപ്പോൾ എത്ര ടൈം? ഇത്രയുമാണ് ടൈം ഇന്റർവൽ. അപ്പോൾ കണ്ടുപിടിക്കുക. 4 - 2 സെക്കൻഡ് അല്ലേ. 2 നിന്ന് 3ലേക്ക് 1 സെക്കൻഡ്, 3 നിന്ന് 4ലേക്ക് 1 സെക്കൻഡ്. മൊത്തം നമ്മുടെ സമയം എന്ന് പറയുന്നത് 2 സെക്കൻഡ് അല്ല. പിന്നെ ഇടയ്ക്ക് തരുമ്പോൾ നിങ്ങൾ വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചാൽ മതി. അപ്പോൾ 4 - 2 2 സെക്കൻഡ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. 2 സെക്കൻഡ് ആണ് നമ്മുടെ ടൈം. അപ്പോൾ ടൈം 2 സെക്കൻഡ്. T = 2 സെക്കൻഡ്. എ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാഫിന് മുമ്പ് കണ്ടായിരുന്നു നമ്മൾ. എ എന്ന് പറയുന്നത് 10 m/s² ആണ് അല്ലേ. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. 20 × 2 അല്ലേ. T2 ആണ് പ്ലസ് ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 10 × t². t² എന്ന് പറയുമ്പോൾ 2 × 2 4 അല്ലേ. അപ്പോൾ 20 × 4 എത്രയാണ്? 20 × 4 40. 20 × 2 40 പ്ലസ് ഈ 2 വെട്ടിക്കളഞ്ഞ് 2 ആക്കി അല്ലേ. 2 × 2 ആണ് 4. അപ്പോൾ 2 വന്നു ഇൻറ്റു 10 × 2 20. അപ്പോൾ എന്ത് വന്നു? 60 മീറ്റർ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ വഴി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 60 മീറ്റർ എന്ന് കിട്ടി. ഓക്കെ. നമുക്ക് ഈ ഏരിയ വെച്ച് ചെയ്ത് നോക്കാം. ഏരിയ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം ആണല്ലേ. ഏരിയ ഓഫ് ട്രപ്പീസിയം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ നമ്മൾ ഏരിയ ഓഫ് ട്രപ്പീസിയം നമുക്ക് ഈ രണ്ടായിട്ട് മുറിക്കാം തന്നെ. ഓക്കെ. ഇങ്ങനെ മുറിക്കാം അല്ലേ. ഇതൊരു റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഇതൊരു റെക്റ്റാങ്കിളും ഇതൊരു ട്രയാങ്കിളും. അപ്പോൾ എന്താ കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് SPQR എന്ന് പറയുന്നത് എന്താണ്? എസ് അല്ലേ. SPQR എന്ന് പറയുന്നത് ഏരിയ ഓഫ് എന്താണ്? ഏരിയ ഓഫ് ഈ റെക്റ്റാങ്കിൾ SRPA എന്ന് പറഞ്ഞ റെക്റ്റാങ്കിൾ. SA ആണ്. SPQR അല്ല. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഈ ട്രയാങ്കിളിന്റെ ഏരിയ അത് തന്നതിന് വ്യത്യാസം വന്നാ കേട്ടോ. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ഈ ട്രയാങ്കിളിന്റെ ഏരിയമാണ് തന്നിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ എന്തൊരു ഏരിയ ഓഫ് SRPA പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. മുകളിലെ ട്രയാങ്കിൾ അല്ലേ. ഈ മുകളിലെ PQA എന്ന് പറയുന്നത് ട്രയാങ്കിൾ PQA. എപ്പോഴും ഒരു റെക്റ്റാങ്കിൾ ഏരിയ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. നമുക്ക് അറിയാലേ. റെക്റ്റാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ റെക്റ്റാങ്കിളിന്റെ ഏരിയ ആദ്യം കണ്ടുപിടിക്കാം. അത് നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വഴിയാണ് കണ്ടുപിടിക്കാൻ പറ്റുക. പ്ലസ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയക്ക് എഡ്യൂക്കേഷൻ യൂസ് ചെയ്യാം. ഹാഫ് ഇൻറ്റു B × H. ഓക്കെ. അപ്പോൾ 2 ഇക്വേഷൻ നമുക്കിവിടെ വേണം. എന്താണ്? നമുക്ക് ഈ ഇക്വേഷൻ ഈ ഫിഗർ ഈ 2 സെക്കൻഡ് 4 സെക്കൻഡ് ഇടയ്ക്കുള്ള ഫിഗറാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വരും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ. ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിളും കണ്ടുപിടിക്കുക. ഈ 2 ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം ഈ ഏരിയ കിട്ടില്ലേ. അപ്പോൾ ആദ്യം നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് അല്ലേ. 2 തുടങ്ങി 4 വരെ. അപ്പോൾ ലെങ്ത് 2 ആണ് കിട്ടി. 2 മീറ്റർ. ലെങ്ത് 2. ഓക്കെ. ബ്രെഡ്ത്ത് എത്രയാണ്? വീതി നോക്കി ഇവിടെ തുടങ്ങി ഇവിടെ വരെ എത്രയാണ്? 20. ഓക്കെ. അപ്പം ലെങ്ത് 2. അപ്പം എങ്ങനെയാണ് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 20 എന്ന് കിട്ടി. അപ്പം എന്ത് തോന്നുന്നു? 2 × 20 പ്ലസ് ഓക്കെ 2 × 20 പ്ലസ് ഹാഫ് ഇൻറ്റു ട്രയാങ്കിളിൻ്റെ ആണ് പറയാൻ പോകുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? ബേസ് എന്ന് പറയുന്നത് സെയിം അല്ലേ. ഇതും സെയിം അല്ലേ അല്ലേ. ഇതും ഇപ്പം 2 തന്നെയായിരിക്കും വരാം. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തുടങ്ങി ഇവിടെ വരെ അല്ലേ. അപ്പം 20 to 40. 20 to 40. ഇവിടെ 20 ആണ് വരാം. ഇവിടെ 40 ആണ് വരാം. അപ്പം ഇത്രയും ഡിസ്റ്റൻസ് എന്തായിരിക്കും വരാം? 40 - 20 20 മീറ്റർ. ഓക്കെ. ഡിസ്റ്റൻസ് ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് മീറ്ററിൽ എടുക്കാം. അപ്പം ബേസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 20. ഇങ്ങനെ വന്നു. ഹാഫ് ഇൻറ്റു 2 × 20. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ചെയ്യാം.
2 into 20 എന്ന് പറയുന്നതാണ് 40 പ്ലസ് ഹാഫ് ഇൻറ്റു 2 into 20. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം അവിടേക്ക് വരാം കേട്ടോ. ഈ 2 വെട്ടിപ്പോയി അല്ലേ. ബാക്കി എന്തുണ്ട്? 1 into 20 എന്ന് പറയുന്നത് 20. 40 പ്ലസ് 20. 40 പ്ലസ് 20 എത്രയാണ്? 60. അല്ല, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16 തന്നെ കിട്ടി. നമ്മൾ ഇക്വേഷൻ വൈ ചെയ്തപ്പോൾ 16 കിട്ടി. ഈ ഏരിയ വെച്ച് കാട്ടിയപ്പോൾ നമുക്ക് 16 കിട്ടി. അത് ശ്രദ്ധിക്കുക. മറ്റേതിലൊക്കെ നമുക്ക് 0 to 2 സെക്കൻഡ് ട്രയാങ്കിൾ ആയിരുന്നു, 0 to 4 സെക്കൻഡ് ട്രയാങ്കിൾ ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 2 സെക്കൻഡിന് 4 സെക്കൻഡിന് ഇടയിലുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഷേപ്പിന് എന്താണ് ഒരു ട്രപ്പീസിയം പോലെ വന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഷേപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ എളുപ്പത്തിന് ഒരു ട്രയാങ്കിളും ഒരു ട്രയാങ്കിൾ പി എ ക്യൂ എന്ന് പറഞ്ഞ ട്രയാങ്കിളും നമ്മൾ റെക്റ്റാങ്കിൾ ആയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടുപിടിച്ചു. ഇപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ട്രയാങ്കിളിൻ്റെ ഏരിയയും കൂട്ടി കഴിയുമ്പോൾ ഈ മൊത്തം പോർഷൻ്റെ ഏരിയ കിട്ടിയില്ലേ. അങ്ങനെയാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2 into 20. ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു 2 into ഇവിടെ 40 ആണ് അല്ലേ. ഗ്രാഫ് നോക്കി അറിയാം. ഇവിടെ 40 ഇവിടെ 20. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളതല്ലേ വേണ്ടേ. അപ്പോൾ എന്താ കണ്ടു ചെയ്യുക? ഈ 40 ന് 20 കുറയ്ക്കുക. 40 minus 20 20 ഹാഫ് ഇൻറ്റു 2 into 20 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ അത് വെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടി 2 into 20 40 പ്ലസ് ഈ 2 വെട്ടിപ്പോയി അല്ലേ. ബാക്കി 20 വന്നു. 1 into 20 എന്ന് പറയുന്നത് 20. 40 പ്ലസ് 20 60 വന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലായി? വെലോസിറ്റി ടൈം ഗ്രാഫിന് ഇത് തന്നിട്ടുണ്ട്. ദ ഏരിയ ഓഫ് ദ ജോമെട്രിക്കൽ ഷേപ്പ് വിൽ ഗിവ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ സ്പെസിഫിക് ടൈം ഇന്റർവൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിൽ ഡിസ്പ്ലേസ്മെന്റ് കാണാനായിട്ട് ആ ടൈം ഇന്റർവെലിൻ്റെ അടിയിലുള്ള പോർഷൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഇതിൻ്റെ ഏരിയയും ഈക്വൽ ആണെന്നാണ് പറയുന്നത് ആ ടൈം ഇന്റർവെലിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പാഠം നമ്മൾ തീർന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓണപ്പരീക്ഷയുടെ കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് ഇതിനെ കൂടുതൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.